സൽമാൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമുണ്ട്. സൽമാൻ വാസ്തവത്തിലൊരു തത്വശാസ്ത്ര വിദ്യാർത്ഥിയും രാഷ്ട്രീയ വിദ്യാർത്ഥിയും മാത്രമല്ല, തത്വശാസ്ത്രത്തിലായിരുന്നാലും രാഷ്ട്രീയത്തിലായിരുന്നാലും സ്വന്തമായ ഗവേഷണങ്ങൾ നടത്തുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ ദേശീയത തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങളുടെ തൻ്റേതായ ചില പഠനങ്ങൾ സവിശേഷമായി തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് പോലീസും അതുപോലെ തന്നെ ചില വ്യക്തികളും കെട്ടിച്ചമച്ചിട്ടുള്ള കേസാണ്. ഇത് ഒരു തിയേറ്ററിൽ കൂകി അല്ലെങ്കിൽ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നാളുകളായിട്ട് തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്തും കേരളത്തിൽ നടക്കുന്ന വിവിധ സമരങ്ങളിൽ, ജനകീയ സമരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. വിശേഷ്യ കൂടംകുളം ഇഷ്യൂലായിരുന്നാലും അതുപോലെ തന്നെ വധശിക്ഷ വിരുദ്ധ സമരമായിരുന്നാലും അതുപോലെ തന്നെ അതുപോലെയുള്ള കേരളത്തിലെ പരിസ്ഥിതി ജനകീയ സമരങ്ങൾ, ആദിവാസി സമരങ്ങൾ ഉൾപ്പെടെ ജസീറയുടെ സമരങ്ങളിലൊക്കെ നിർണായകമായ ഒരു പങ്ക് അദ്ദേഹത്തിന് വഹിക്കുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത്തരം സമരങ്ങളെ പോലീസും ഭരണകൂടവും ഭയക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നവരെയൊക്കെ തന്നെ പോലീസ് കള്ളക്കേസിൽ പെടുത്തുകയും ഒന്നുകിൽ തീവ്രവാദി അല്ലെങ്കിൽ മാവോയിസ്റ്റ് അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദി അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും അതായത് രാജ്യദ്രോഹപരമായിട്ടുള്ള സാധനങ്ങളായിട്ട് ചിത്രീകരിക്കാനും അതിൻ്റെ പേരിൽ തന്നെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുമുള്ളൊരു ശ്രമം പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. വാസ്തവത്തിൽ സൽമാൻ ഒരു നിരീശ്വരവാദിയും ആണ്. പക്ഷേ അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തുന്നത് മുസ്ലിം നിരീശ്വരവാദി എന്നാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള മുസ്ലിങ്ങൾ അങ്ങേയറ്റം അടിച്ചമർത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിം എന്ന് പറയുന്ന സ്വത്വത്തെ സ്വയം സ്വീകരിക്കുകയും എന്നാൽ അതേസമയം തന്നെ നിരീശ്വരവാദിയായിട്ട് തന്നെ യുക്തിവാദിയായിട്ട് തന്നെ അടിയുറച്ച് നിലനിൽക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെല്ലാം തന്നെ ഇത്തരത്തിലൊരു സമീപനം കാണാൻ കഴിയും. പലപ്പോഴും ആളുകളെ കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യത്തിൽ ഇത് ചിന്തിപ്പിക്കാറുണ്ട്. എങ്ങനെയാണ് ഒരു മുസ്ലിം ഒരു യുക്തിവാദിയാവുന്നത്? വാസ്തവത്തിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് മുസ്ലിം എന്ന് പറയുന്ന ഒരു സ്വത്വത്തെ ആണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെ രാഷ്ട്രീയപരമായി തന്നെ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വാസ്തവത്തിൽ അങ്ങേറ്റം അപലപിക്കപ്പെടേണ്ടത് ഭരണകൂടത്തിൻ്റെ ചെയ്തികളാണ്. കാരണം തിയേറ്ററിൽ ഇരുന്നു, അപ്പം അവർ പറയുന്ന വീഡിയോ ഫുട്ടേജിൽ അവർ കൂകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു കൂകലൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ തന്നെ നിയമങ്ങൾ നോക്കിയാൽ തന്നെ വിവിധ നിയമങ്ങളും കോടതി വിധികളും നോക്കിയാൽ തന്നെ നാഷണൽ ആന്തം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പോലുമില്ല. പ്രശസ്തമായിട്ടുള്ള ഇമാനുവൽ കേസിൽ പോലും ഇത്തരത്തിൽ ഒരു വിധിയാണ് കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1971 ദേശീയ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ പോലും ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. മാത്രമല്ല അതിൽ പറയുന്ന മറ്റൊരു കാര്യം, തിയേറ്റർ പോലുള്ള സ്ഥലങ്ങളിൽ ഇത് കാണിക്കുന്നത് വാസ്തവത്തിൽ നിയമവിരുദ്ധവും അതുപോലെ തന്നെ ദേശീയ ഗാനത്തെ നിന്ദിക്കുന്നതുമായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാനിപ്പത്തിൽ 2 മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ തന്നെ ഇതുപോലെ ഗാനം, അതായത് തിയേറ്ററിൽ ദേശീയ ഗാനം ആലപിക്കുന്നത് അവിടുത്തെ ജില്ലാ ഭരണാധികാരികൾ നേരിട്ട് തന്നെ ഓർഡർ കൊടുത്തുകൊണ്ട് റദ്ദ് ചെയ്തിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തിയേറ്ററുകളിൽ ദേശീയ ഗാനം കാണിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒരു സവർണ ബോധമാണ്. അതായത് നിർബന്ധിത ദേശീയത ഇവിടെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ നോക്കിയാൽ മനസ്സിലാവും, സൽമാന് എതിരായിട്ട് ശബ്ദം മുഴക്കുന്നവരൊക്കെ തന്നെ RSSകാരാണ്. RSSകാർ ഇന്ത്യയിലെ ദേശീയ ഗാനത്തെയോ ഭരണഘടനയോ പോലും അംഗീകരിക്കുന്നവരല്ല. അവരവരുടേതായ ഭരണഘടനയൊക്കെ തന്നെ ഉണ്ടാക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് സൽമാൻ്റെ വിഷയത്തിൽ ഇത്തരത്തിൽ കോപകൂലരായിട്ട് അവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൽമാൻ എന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് അവിടെ വരുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും ഇത് നമുക്ക് കാണാൻ കഴിയും. വാസ്തവത്തിൽ ഹാൻഡ് കഫ്, അതായത് കൈവിലങ്ങ് വയ്ക്കുന്നതിന് പോലും ശക്തമായ നിയന്ത്രണങ്ങളും നിയമങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നിട്ട് പോലും അർദ്ധരാത്രി യാതൊരുവിധ എതിർപ്പും കൂടാതെ പോലീസിനോടൊപ്പം
ഇറങ്ങിപ്പോയ സൽമാനെ പിറ്റേന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് തന്നെ കൈവിലങ്ങ് വെച്ച് ഏതോ ഒരു ഭീകരവാദിയെ കൊണ്ടുവരുന്നത് പോലെയാണ്. ഇത് തന്നെ കാണിക്കുന്നത് അദ്ദേഹം ഒരു മുസ്ലിം എന്ന ഐഡൻറ്റിറ്റിയെ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് ഈ പ്രായത്തിലുള്ള എല്ലാവരും ചെയ്യുന്നതിനപ്പുറത്തേക്ക് സൽമാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം വളരെ ലിബറലായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയത്തെ ഊതിപ്പെരുപ്പിച്ച് മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളടക്കം അദ്ദേഹത്തെ ഏതോ ഒരു ഭീകരവാദിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് രംഗത്ത് കൊണ്ടുവന്നത് വാസ്തവത്തിൽ അപലപനീയമാണ്. നമ്മുടെ തന്നെ ഒരു സവർണ ബോധത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് സൽമാനെതിരായിട്ടുള്ള ഈ ഒരു കാര്യം. ഫേസ്ബുക്ക് ഉൾപ്പെടെ നമുക്കത് കാണാൻ കഴിയും. ഫേസ്ബുക്കിലൊക്കെ തന്നെയും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ദേശീയതയുടെ അതിർവരമ്പുകളൊക്കെ തന്നെ മാഞ്ഞു പോകുന്ന സാർവദേശീയമായ ഒരു ലോകത്തെ സ്വപ്നം കാണുന്ന കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പോലും ഇത്തരത്തിൽ സൽമാനെതിരെ ആക്രോശിക്കുന്നതിൽ യാതൊരുവിധ മടിയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ തമാശയാണ്. എല്ലാവരും പറയുന്നത് ഫേസ്ബുക്കിൽ ദേശീയഗാനത്തെ അപലപിച്ചുകൊണ്ട് അദ്ദേഹം എന്തോ എഴുതിയെന്നാണ്. വാസ്തവത്തിൽ ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണാണ് എന്ന് പറയുന്ന ഒരു സിനിമാ ഗാനത്തെ, ചലച്ചിത്ര ഗാനത്തെ, പി ഭാസ്കരൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ഗാനത്തെ പാരഡി ഉണ്ടാക്കുന്നതിന്, അതായത് ഒരു സിനിമാ ഗാനത്തിന് പാരഡി ഉണ്ടാക്കുന്നതിന് ദേശവിരുദ്ധത കൽപ്പിക്കുന്ന ഒരു പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ കേസായിരിക്കും ഒരു പക്ഷേ സൽമാൻ്റെ കേസ് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. അത് അത്രമാത്രം ഇന്ത്യയിലെ ഒരു നിർബന്ധിത ദേശീയത അത്രമാത്രം കടുത്തിരിക്കുന്നു. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഇത്തരം ദേശീയതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വാസ്തവത്തിൽ 1930കളിൽ ജർമ്മനിയിൽ ഹിറ്റ്ലർ പോലും അധികാരത്തിൽ വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ചില ലക്ഷണങ്ങളാണ് വാസ്തവത്തിൽ നമ്മളെപ്പോലുള്ളവരെ ആശങ്കപ്പെടുത്തുന്നത്. ഇത് വാസ്തവത്തിൽ ജനാധിപത്യത്തെ, സർഗാത്മക സംവാദങ്ങളെ ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കണമെന്നും ബഹുസ്വരതയൊക്കെ തന്നെ നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയമുളവാക്കുന്ന ഒരു ഇടപെടലാണ് സൽമാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വാസ്തവത്തിൽ സൽമാൻ ഈ വിഷയത്തിൽ അങ്ങേയറ്റം നിരപരാധിയാണ് എന്നാണ് പറയാം. മതിയോ?